ഇതാണ് സീൻ. ചേച്ചി കട്ടൻ ചായ ഉണ്ടാന്ന് വെച്ചാൽ 200 റുപ്പീസാണ് പറയേണ്ടത്. കട്ടൻ ചായ ഇല്ല അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ട്, അപ്പൊ ചോദിക്കും എത്രയാ. അത്രയും ചോദിച്ചാൽ മാത്രമല്ലേ പൈസ പറയേണ്ട കാര്യമുള്ളൂ അല്ലേ? അതല്ല അതിന്റെ രീതി. ഇപ്പൊ എനിക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ആണെന്നും ഇത്രയും ഓട്ടോക്കാര് അല്ല ഇത്രയും സ്റ്റാൻഡേർഡും ഭയങ്കര ഇതുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് മാനേഴ്സ് കാണിക്കേണ്ടത് എങ്ങനെയാ? സംഭവം മമ്മു ഇത് തന്നെ. മമ്മു ശരിയാണ്, മമ്മു പാമ്പ് പോയാന്ന്. മമ്മുക്ക് സിവിക് സെൻസ് ഇല്ല, മമ്മുവിന് ബുദ്ധിയില്ല, ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. പക്ഷെ സ്റ്റിൽ അങ്ങോട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണേ. അവള് 200 റുപ്പീസ് പറഞ്ഞപ്പോ എനിക്ക് പൊട്ടി. ഞാൻ പറഞ്ഞു എടാ മമ്മു നീ വേണം, നീ എന്താന്ന് വെച്ചാൽ മേടിച്ചോ, ഓള് പറയുന്നത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് കട്ടാന്നട്ടാ, ഇത് അവിടെ നിന്ന് കട്ടാ വീഡിയോ. ഇത് വീഡിയോ കട്ടാ, അവരവിടെ ഇല്ലയോ? അവരപ്പുറത്ത് അങ്ങോട്ടേക്ക് പോയി. ഇത് കണ്ടോ, ഇത് വീഡിയോ കട്ടാ. ഇവിടുന്ന് ഈ ചെരിന്ന് വാങ്ങണ്ടോ. ഇപ്പൊ ആ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇവന്റെ തൊട്ടപ്പുറത്തുണ്ട്. ശരിയാ ഇവിടുന്ന് വീഡിയോ കട്ടായി. എന്റെ അടുത്ത സീനിൽ ഇങ്ങനെ ചെരിയുന്നത് കാണിക്കുന്നത് മനസ്സിലായി. ഒരു ആൾക്ക് അതിന്റെ ഒരു 30 സെക്കൻഡ് ആയിട്ടുള്ള സീനായത്. ഇവൻ ചൂട് കട്ടനുണ്ട് ചൂടില്ലാത്തുണ്ടെന്ന് പറയുമ്പോ അപ്പുറത്ത് വേറെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാന്ന് മനസ്സിലാവും. ഒരു 4 സീറ്റ് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവരെ മുഖത്തേക്ക് ക്യാമറ പിടിച്ചിട്ടല്ല ഇത് പറയുന്നത് മനസ്സിലായി. നമ്മളെ ഫണ്ട് അവിടെ കാണിക്കുന്നത്. അതിനെന്താ ക്യാബിൻ ക്രൂ ഓവറാണ്. ആകെ നമുക്കറിയണ്ടായിരുന്നു ക്യാബിൻ ക്രൂ ഓവർ ആയിക്കോട്ടെ, ആണ്ടിരുന്നു.